Hi students, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് NDA മാത്തമാറ്റിക്സിലെ മെട്രിക്സ് എന്ന ചാപ്റ്റർ ആണ്. സോ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് മെട്രിസസ് ആണ്. ടൈപ്സ് ഓഫ് മെട്രിസസ്, അതായത് NDAയുടെ പ്രോബ്ലംസിൽ മെയിനായിട്ട് നമുക്കൊരു ബേസിക് ഐഡിയ വേണ്ടത് ഏതൊക്കെ ടൈപ്സ് ഓഫ് മെട്രിസസ് ഉണ്ട് എന്നുള്ള ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഐഡിയ വേണം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെട്രിസസ് എന്നാണ്. ഫസ്റ്റ് വൺ ഡിസ്കസ് ചെയ്യുന്നത് റോ മെട്രിക്സ്. റോ മെട്രിക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മെട്രിക്സിന് ഒരു സിംഗിൾ റോ മാത്രമുള്ളൂ എങ്കിലാണ് അതിന് റോ മെട്രിക്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് നമ്പർ ഓഫ് റോസ് ഈസ് ഈക്വൽ ടു 1 ആൻഡ് നമ്പർ ഓഫ് കോളംസ് ക്യാൻ ബി എനി. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ A ഈക്വൽ ടു 1 2 3 4. ദിസ് ഈസ് എ റോ മെട്രിക്സ് ആണ്. ഇതിലെ നമ്പർ ഓഫ് റോസ് എന്ന് പറയുന്നത് 1 ആണ്, 4 columns ഉണ്ട്. So this order is 1/4. So റോ മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറയുന്നത് നമുക്ക് കറക്റ്റ് ആയിട്ട് സ്പെസിഫൈ ചെയ്യുകയാണെങ്കിൽ ഓർഡർ ഓൾവേസ് വിൽ ബി ലൈക്ക് ദിസ്. ഓർഡർ ഈസ് ഈക്വൽ ടു 1/n ആയിരിക്കും റോ മെട്രിക്സിന്റെ ഓർഡർ വരുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ആണ് സെക്കൻഡ് ടൈപ്പ് ഓഫ് മെട്രിക്സ് എന്ന് പറയുന്നത് കോളം മെട്രിക്സ് ആണ്. കോളം മെട്രിക്സ്, ദാറ്റ് ഈസ് കോളം മെട്രിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ തൊട്ടും പഠിച്ച റോ മെട്രിക്സിന്റെ നേരെ ഓപ്പോസിറ്റ്. ദാറ്റ് ഈസ് കോളം മെട്രിക്സ് എന്ന് ഒരു മെട്രിക്സിന് ഓൺലി 1 കോളം ആൻഡ് എനി നമ്പർ ഓഫ് റോസ്, അങ്ങനെയുള്ള മെട്രിക്സിനാണ് നമ്മൾ കോളം മെട്രിക്സ് എന്ന് പറഞ്ഞത്. ദാറ്റ് ഈസ് എക്സാമ്പിൾ മെട്രിക്സ് B ഈസ് ഈക്വൽ ടു 1 2 3. ദിസ് ഈസ് എ കോളം മെട്രിക്സ്. ഇൻ ദിസ് മെട്രിക്സിൽ നമ്പർ ഓഫ് കോളം ഈസ് ഈക്വൽ ടു 1 ആണ്, നമ്പർ ഓഫ് റോസ് ഈസ് ഈക്വൽ ടു 3 ആണ്. സോ വി ക്യാൻ റൈറ്റ് ദ ഓർഡർ ലൈക്ക് 3/1 എന്ന് എഴുതാം. അപ്പോൾ ജനറൽ ആയിട്ട് പറയാൻ നേരത്ത് കോളം മെട്രിക്സിന്റെ ഓർഡർ എപ്പോഴും ഈസ് ഈക്വൽ ടു n/1. ദാറ്റ് ഈസ് ഓൺലി 1 കോളം മാത്രമാണ് ഉണ്ടാവുള്ളൂ. ദെൻ അനദർ ടൈപ്പ് ഓഫ് മെട്രിക്സ് എന്ന് പറയുന്നത് തേർഡ് ടൈപ്പ് ഓഫ് മെട്രിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. തേർഡ് ടൈപ്പ് ഓഫ് മെട്രിക്സ് ഈസ് എ സ്ക്വയർ മെട്രിക്സ്. സ്ക്വയർ മെട്രിക്സ് അതിൻ്റെ നെയിം സ്പെസിഫൈ ചെയ്യുന്ന കൂട്ട് തന്നെയാണ് സ്ക്വയർ മെട്രിക്സ്. അതായത് നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും ഈക്വൽ ആയിട്ടുള്ള മെട്രിക്സിനാണ് നമ്മൾ എന്ത് പറയുന്നത് സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എ മെട്രിക്സ് വിത്ത് ഈക്വൽ നമ്പർ ഓഫ് റോസ് ആൻഡ് കോളം. ദാറ്റ് ഈസ് C ഈസ് ഈക്വൽ ടു A B C D E F H I J. ദിസ് ഈസ് എ സ്ക്വയർ മെട്രിക്സ് ആണ്. ഇതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 3/3 ഓർഡർ ആണ്. സോ നമുക്ക് ജനറൽ ആയിട്ട് മെൻഷൻ ചെയ്യാം സ്ക്വയർ മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് n/n ആയിരിക്കും. ദാറ്റ് ഈസ് നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും ഈക്വൽ ആയിട്ടുള്ള മെട്രിക്സിനാണ് നമ്മൾ സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് മെട്രിക്സ് ഡയഗണൽ മെട്രിക്സ് ആണ്. അനദർ ടൈപ്പ് ഓഫ് മെട്രിക്സ് എന്ന് പറയുന്നത് ഡയഗണൽ മെട്രിക്സ് ആണ്. ദാറ്റ് ഈസ് ഫോർത്ത് ടൈപ്പ് ഓഫ് മെട്രിക്സ് ആണ് ഡയഗണൽ മെട്രിക്സ്. ഡയഗണൽ മെട്രിക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മെട്രിക്സിന്റെ ലീഡിങ് ഡയഗണൽ എലമെന്റ്സ് മാത്രമായിരിക്കും നോൺ സീറോ, ബാക്കി എല്ലാ എലമെന്റ്സും സീറോസ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ എക്സ് എന്ന് പറയുന്ന ഒരു മെട്രിക്സിന്റെ ലീഡിങ് ഡയഗണൽ 1 2 3. ഞാൻ ഈ 1 2 3 എഴുതിയേക്കുന്ന ഡയഗണലാണ് ലീഡിങ് ഡയഗണൽ അല്ലെങ്കിൽ നോർമൽ ഡയഗണൽ എന്ന് പറയാം. ആ ഡയഗണൽ എലമെന്റ്സ് മാത്രമേ സീറോ അല്ലാതെ ഉണ്ടാവുള്ളൂ, ബാക്കി എല്ലാ എലമെന്റ്സും എന്തായിരിക്കും സീറോ ആയിരിക്കും. അതിനാണ് എന്താ പറയുന്നത് ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുന്നത്. അതായത് ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഈ മെട്രിക്സിന്റെ ഡയഗണൽ എലമെന്റ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ, ബാക്കി എല്ലാ എലമെന്റ്സും സീറോസ് ഉള്ള മെട്രിക്സിനാണ് എന്താ പറയുന്നത് ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് മെട്രിക്സ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് മെട്രിക്സ് ആണ്. NDA മാത്തമാറ്റിക്സിലുള്ള ഒരു ക്രൂഷ്യൽ റോളുള്ള മെട്രിക്സ് തന്നെയാണ് ഐഡന്റിറ്റി മെട്രിക്സ്. ഈ NDA മാത്തമാറ്റിക്സിൽ എപ്പോഴും തന്നെ ഒരു ക്വസ്റ്റ്യൻസ് ആണ് മെട്രിക്സ് ഓപ്പറേഷൻസ്, മെട്രിക് മൾട്ടിപ്ലിക്കേഷൻസ് ഒക്കെ തന്നിട്ടുണ്ടാവും. ആ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസിലും ഐഡന്റിറ്റി മെട്രിക്സിന്റെ ഒരു റോൾ ഉണ്ടാവും. അതായത് ഏതെങ്കിലും സംതിങ് മെട്രിക്സ് ഇൻറ്റു
ഐ അല്ലെങ്കിൽ എ ഇൻറ്റു ഐ അങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ കാണാം. അപ്പം ഐ എന്ന് ഇതിൽ നൊട്ടേറ്റ് ചെയ്യുന്നത് ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. മെട്രിക്സ് ഓപ്പറേഷൻസ് റിലേറ്റഡ് ഉള്ള ഓൾമോസ്റ്റ് എല്ലാ NDA പ്രോബ്ലംസിലും ഐഡന്റിറ്റി മെട്രിക്സ് കാണാറുണ്ട്. ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയഗണൽ എലമെന്റ്സ് എല്ലാം 1 ആയിട്ടുള്ള മെട്രിക്സിനാണ് എന്ത് പറയുന്നത് ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത്. അതായത് ഡയഗണൽ എലമെന്റ്സ് 1 ആയിരിക്കും, നോൺ ഡയഗണൽ എലമെന്റ്സ് എല്ലാം 0 ആയിരിക്കും. സോ ഞാൻ ഒരു എക്സാമ്പിൾ എഴുതാം. എ ഈക്വൽ ടു 1 0 0 0 1 0 0 0 1. ഈ മെട്രിക്സ് നോക്കാൻ നേരത്ത് നമുക്കറിയാം ഇതിൻ്റെ ഡയഗണൽ എലമെന്റ്സ് 1 ആണ്. എല്ലാ ഡയഗണൽ എലമെന്റ്സും 1 ആണ്, എന്നാൽ നോൺ ഡയഗണൽ എലമെന്റ്സ് എല്ലാം 0 ആണ്. ഈ ഒരു മെട്രിക്സിനെ പറയുന്ന പേരാണ് ഐഡന്റിറ്റി മെട്രിക്സ്. ദെൻ നെക്സ്റ്റ് വൺ സ്കെയിലാർ മെട്രിക്സ്. സ്കെയിലാർ മെട്രിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയഗണൽ എലമെന്റ്സ് എല്ലാം ഈക്വൽ ആയിട്ടുള്ള ഒരു മെട്രിക്സിനാണ് എന്ത് പറയുന്നത് സ്കെയിലാർ മെട്രിക്സ് എന്ന് പറയുന്നത്. 6th ടൈപ്പ് മെട്രിക്സ് ആണ് സ്കെയിലാർ മെട്രിക്സ്. ദാറ്റ് ഈസ് സ്കെയിലാർ മെട്രിക്സിന്റെ എക്സാമ്പിൾ ഞാൻ പറയാം. ഡയഗണൽ എലമെന്റ്സ് സെയിം ആയിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് 2 2 2. ബാക്കി എല്ലാ നോൺ ഡയഗണൽ എലമെന്റ്സും 0 ആയിരിക്കും. അതാണ് സ്കെയിലാർ മെട്രിക്സ് എന്ന് പറയുന്നത്. ഈ മെട്രിക്സിൽ നോക്കാൻ നേരത്തെ നമുക്ക് മനസ്സിലാവും ഇതിന്റെ ഡയഗണൽ എലമെന്റ്സ് എല്ലാം തന്നെ 1 ആണ്. സോ ഇറ്റ് ഈസ് നോൺ ആസ് സ്കെയിലാർ മെട്രിക്സ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ആണ് അപ്പർ ട്രയാങ്കുലാർ മെട്രിക്സ്. ഇത് NDA മാത്തമാറ്റിക്സിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള പല ക്വസ്റ്റ്യൻസിൽ ഇൻവോൾവ് ഉള്ളതാണ്. അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ഐഡന്റിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട്. അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറയാൻ നേരത്ത് അതിൻ്റെ നെയിം സ്പെസിഫൈ ചെയ്യുന്ന കൂട്ട് തന്നെയാണ്. അപ്പർ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ മനസ്സിലാവുക, ഒരു അപ്പർ മെട്രിക്സിന്റെ അപ്പർ സൈഡിലുള്ള ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യുന്നുണ്ടാവും. അതേ കൺസെപ്റ്റ് തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് ഞാൻ ഒരു മെട്രിക്സ് എഴുതാണ്. എ ഈക്വൽ ടു ഇതൊരു മെട്രിക്സ് ആണ്. അതിൽ അപ്പർ ട്രയാങ്കിൾ മെട്രിക്സ് എന്ന് പറയാൻ നേരത്ത് ഇതിൽ അപ്പർ സൈഡിലുള്ള എലമെന്റ്സ് ഉണ്ടാവും. ദാറ്റ് ഈസ് എ ബി സി 0 ഡി ഇ 0 0 എഫ്. ഇതൊരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആണ്. നമുക്ക് ഇതിനൊന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കാൻ നേരത്ത് നമുക്ക് പെട്ടെന്നൊരു ഐഡിയ മനസ്സിലാൻ വേണ്ടി ഇങ്ങനെ വരയ്ക്കാം. സോ നോക്കാൻ നേരത്ത് എന്താ, ഇതൊരു ട്രയാങ്കിൾ ഫോം ചെയ്തിട്ടുണ്ട് അല്ലേ. ഒരു മെട്രിക്സിന്റെ അപ്പർ സൈഡിലാണ് ട്രയാങ്കിൾ ഫോം ചെയ്തിരുന്നത്. ഇത്തരം മെട്രിക്സിനെ പറയുന്ന പേരാണ് അപ്പർ ട്രയാങ്കുലാർ മെട്രിക്സ് എന്ന് പറയുന്നത്. നമ്മുടെ NDA ക്വസ്റ്റ്യൻസിൽ ഇങ്ങനെ ട്രയാങ്കിൾ രൂപത്തിലല്ലായിരിക്കും മിക്കപ്പോഴും ചോദിക്കുന്നത്. ഇങ്ങനെ പറയും, ദാറ്റ് ഈസ് ഓപ്ഷനിൽ AIJ ഈക്വൽ ടു 0 ഫോർ എന്തെഴുതാം, ഫോർ I ലെസ് ദാൻ J എന്ന് പറയാൻ നേരത്തെ എന്തായിരിക്കും അപ്പർ. അതായത് ഇത് ഞാൻ ക്ലിയർലി ഇത് കൺഫ്യൂഷൻ കുറച്ച് ഉണ്ടാക്കുന്നതാണ്, എന്നാൽ ഞാൻ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറയാം. അതായത് ഇങ്ങനെയായിരിക്കും നമ്മുടെ ഓപ്ഷൻസ് മേ ബി AIJ ഈക്വൽ ടു 0 അല്ലെങ്കിൽ AIJ ഈക്വൽ ടു 1 ഫോർ I ഈക്വൽ ടു J അല്ലെങ്കിൽ AIJ ഈക്വൽ ടു 0 ഫോർ J ഗ്രേറ്റർ ദാൻ I ഗ്രേറ്റർ ദാൻ J. ദാറ്റ് ഈസ് I ഗ്രേറ്റർ ദാൻ J. ഇങ്ങനെ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ടാവും. എന്നിട്ട് നമ്മുടെ NDA ക്വസ്റ്റ്യൻസ് ഇങ്ങനെയായിരിക്കും, സെലക്ട് 1 അപ്പർ ട്രയാങ്കുലാർ മെട്രിക്സ് ഫ്രം ദി ഫോളോയിങ് ഓപ്ഷൻസ് എന്നായിരിക്കും തന്നെ. അപ്പം നമ്മൾ നോക്കേണ്ടത് AIJ ഈക്വൽ ടു 0 ഏതൊക്കെ കേസസിലാണ് വന്നേക്കണേന്ന് നോക്കാം. ഇതിൽ നമുക്ക് നോക്കാം. ഈ കറസ്പോണ്ടിങ് പൊസിഷൻ എന്ന് പറയുന്നത് A11 ആണ്. ദിസ് ഈസ് A12, ദിസ് ഈസ് A13 ആൻഡ് ഈ 0 ആയ പൊസിഷൻ ഏതാ, ദിസ് ഈസ് A21. അവിടെ നോക്കാൻ നേരത്തെ നമുക്കറിയാം എന്ത്, ഐയുടെ വാല്യൂ ലെസ് ദാൻ ജെയുടെ വാല്യൂ ആണ്. ദാറ്റ് ഈസ് ഇവിടെ A31. അവിടെ ഓൾസോ ഐയുടെ വാല്യൂ ലെസ് ദാൻ ജെയുടെ കറസ്പോണ്ടിങ് വാല്യൂ ആണ്. സോ ഒരു അപ്പർ ട്രയാങ്കുലാർ മെട്രിക്സ് എന്ന് പറയാൻ നേരത്ത് AIJ ഈക്വൽ ടു 0 വെൻ I ഗ്രേറ്റർ ദാൻ J ആവാൻ നേരത്താണ് അപ്പർ. അപ്പൊ ഈ 3 ഓപ്ഷൻസ് നമുക്ക് തരാൻ നേരത്ത് നമുക്ക് ഏതെടുക്കണം, ഇതിൽ നിന്ന് പറയേണ്ടത്
aij equal to 0 for I greater than j. അപ്പൊ നമുക്കൊന്ന് ക്ലിയർ ആയിട്ട് ഒന്നുകൂടി ഞാൻ ഡിഫൈൻ ചെയ്യാം. അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറയാൻ നേരത്ത് അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറയാൻ നേരത്ത് ഇറ്റ് ഈസ് എ മെട്രിക്സ് എൻ്റെ അപ്പർ ട്രയാങ്കുലർ പോർഷനിലുള്ള നമ്പേഴ്സ് എക്സിസ്റ്റ് ചെയ്യും, ലോവർ പാർട്ട് എല്ലാം 0 ആയിരിക്കും. ദാറ്റ് ഈസ് 1 2 3 0 -1 2 0 0 1. ഈ ഒരു ട്രയാങ്കിൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അപ്പർ പാർട്ടിലുള്ള എല്ലാ എലമെൻസും ഉണ്ട്, ലോവർ പാർട്ടിലുള്ള എല്ലാ എലമെൻസും എന്താ 0 ആണ്. സോ ദിസ് ഈസ് ആൻ അപ്പർ, ഇങ്ങനെ ട്രയാങ്കിൾ ഫോം ചെയ്യുമ്പോൾ ദിസ് ഈസ് ആൻ അപ്പർ ട്രയാങ്കിൾ. എന്നിട്ട് ഈ ഒരു പൊസിഷൻ നോക്കുക, ദാറ്റ് ഈസ് ഇത് A3 1 ആണ്. ദാറ്റ് ഈസ് തേർഡ് റോ ഫസ്റ്റ് കോളം. ദാറ്റ് ഈസ് ഇവിടുത്തെ I എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ J ആണ്. അപ്പോൾ നമുക്കൊരു അപ്പർ ട്രയാങ്കിളിന് ഒരു കണ്ടീഷൻ ഉണ്ടാക്കാം. ഫോർ ആൻ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ്, അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആണെങ്കിൽ എന്താ aij ഈക്വൽ ടു 0. ഏത് കേസിലാണ്? ഇഫ് I ഗ്രേറ്റർ ദാൻ J, I ഗ്രേറ്റർ ദാൻ J ആവുമ്പോൾ ആ എലമെന്റ്സ് 0, അതായത് ഈ താഴത്തുള്ള എലമെന്റ്സ് എല്ലാം 0. ദാറ്റ് ഈസ് അപ്പർ ട്രയാങ്കിൾ. ഇനി ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ളതാണ് ലോവർ ട്രയാങ്കുലർ മെട്രിക്സ്. ഓക്കെ, ദാറ്റ് ഈസ് ലോവർ ട്രയാങ്കുലർ മെട്രിക്സ്. ഓക്കെ, ലോവർ ട്രയാങ്കുലർ മെട്രിക്സ്. ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് നമ്മളിപ്പോൾ പഠിച്ച അപ്പർ ട്രയാങ്കുലർ മെട്രിക്സിന്റെ നേരെ ഓപ്പോസിറ്റുള്ളതാണ് ലോവർ ട്രയാങ്കുലർ മെട്രിക്സ്. അതായത് ലോവർ പാർട്ടിൽ നമ്പേഴ്സ് ഉണ്ടാവും, അപ്പർ പാർട്ടിലെല്ലാം 0 ആയിരിക്കും. സോ ഞാനൊരു മെട്രിക്സ് എഴുതാം. B ഈക്വൽ ടു 1 0 0 2 -1 0 then 3 1 2. ഇതിൽ നോക്കാൻ നേരത്തെ നമുക്ക് എന്തറിയാം, ലോവർ ട്രയാങ്കുലർ പാർട്ടിൽ തന്നെ എല്ലാ എലമെന്റ്സും നോൺ 0 ആണ്. എന്നാൽ അപ്പർ ട്രയാങ്കുലർ പാർട്ടിൽ തന്നെ എല്ലാ എലമെന്റ്സും എന്താ ഇവിടെ ഒക്കെ ലോവർ ട്രയാങ്കുലർ പാർട്ടിലുള്ള എലമെന്റ്സ് എല്ലാം നോൺ 0, അപ്പർ ട്രയാങ്കുലർ പാർട്ടിലെല്ലാം 0 ആണ്. സോ ഈ ഒരു പൊസിഷൻ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഈ പൊസിഷൻ വാല്യൂ എത്രയാണ്? A, ഇറ്റ്സ് ഫസ്റ്റ് റോ തേർഡ് കോളം 1 3. ദിസ് ഈസ് A 2 3 അല്ലേ? അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് ഒരു ഫോർമുല കിട്ടും. ദാറ്റ് ഈസ് aij ഈക്വൽ ടു 0 എപ്പോഴാണ്? ഇഫ് I ലെസ് ദാൻ J ആവണ കേസസിൽ aij 0 ആവുകയാണെങ്കിൽ ഇറ്റ് ഈസ് ആൻ ലോവർ ട്രയാങ്കുലർ മെട്രിക്സ്. അപ്പം നമുക്ക് NDA ക്വസ്റ്റ്യൻസിൽ ഇങ്ങനത്തെ ഫോർമുല സെറ്റ് ആയിരിക്കും മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ആയിട്ട് തന്നിട്ടുണ്ടാവുക. അതിൽ നിന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ദിസ് ഈസ് ലോവർ ട്രയാങ്കുലർ മെട്രിക്സ്. ഓക്കെ, ദെൻ നമുക്ക് പഠിക്കാനുള്ള അനദർ മെട്രിക്സ് ആണ് സീറോ മെട്രിക്സ്. സീറോ മെട്രിക്സ് എന്ന് വെച്ചാൽ ഒരു മെട്രിക്സിന്റെ എല്ലാ എലമെന്റ്സും 0 ആണെങ്കിൽ ഇറ്റ് ഈസ് എ സീറോ മെട്രിക്സ് എന്ന് പറയും. ദെൻ ലാസ്റ്റ് ടൈപ്പ് ഓഫ് മെട്രിക്സ് എന്ന് പറയുന്നത് ഒരു ദെൻ സിംഗിൾട്ടൺ മെട്രിക്സ് ആണ്. ദാറ്റ് ഈസ് ഒരു മെട്രിക്സിന് ഒറ്റ എലമെന്റ് ഉള്ളുവെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്ത്? സിംഗിൾട്ടൺ മെട്രിക്സ്. സോ ഇതൊക്കെയാണ് NDA മാത്തമാറ്റിക്സിൽ മെട്രിക്സ് എന്ന ചാപ്റ്ററിൽ ഏതൊക്കെ ടൈപ്സ് മെട്രിക്സ് ആണ് ഫെമിലറൈസ് ചെയ്യേണ്ടത്. അതായത് ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത മെട്രിക്സ് എല്ലാമാണ് NDA മാത്തമാറ്റിക്സിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഈ ഒരു നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു NDA ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ നേരത്ത് ഒരു ഐഡിയ കിട്ടുള്ളൂ, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ.